ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിമൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ സിമൻറ്റ് എന്താണ്, അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്, അതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Cement is a binder, a substance that sets and hardens and can bind other materials together. സിമൻറ്റ് നമുക്കൊരു ബൈൻഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ബൈൻഡറായിട്ട് നമുക്ക് സിമൻറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻസ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ആസ് ബീങ് എയ്തർ ഹൈഡ്രോളിക് ഓർ നോൺ ഹൈഡ്രോളിക് ഡിപ്പെൻഡിങ് അപ്പോൺ ദി എബിലിറ്റി ഓഫ് സിമൻറ്റ് ടു ബി യൂസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. നമ്മൾ മെയിനായിട്ട് സിമൻറ്റിനെ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത്. അത് വാട്ടറിൻ്റെ പ്രസൻസ് അനുസരിച്ചിട്ട് ഹൈഡ്രോളിക് ആണോ നോൺ ഹൈഡ്രോളിക് ആണോ എന്നുള്ളത് നമുക്ക് ആ വാട്ടറിൻ്റെ പ്രസൻസ് അനുസരിച്ച് ക്യാരക്ടറൈസ് ചെയ്യാം. Non-hydraulic cement will not set in wet conditions or underwater. Rather, it sets and it dries and react with carbon dioxide in the air. അപ്പോൾ എന്താണ് നോൺ ഹൈഡ്രോളിക് സിമെൻ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ വെറ്റ് കണ്ടീഷനിൽ സെറ്റ് ആവാത്ത സിമെൻറ്റുകളാണ് നോൺ ഹൈഡ്രോളിക് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യും, ഇത് ഡ്രൈ ആകുമ്പോൾ അവർ സെറ്റ് ആവുകയും അവർ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നു. It can be attacked by some aggressive chemical after setting. സെറ്റിങ്ങിന് ശേഷവും ചില അഗ്രസീവ് കെമിക്കൽസുമായിട്ട് ഇവർക്ക് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈഡ്രോളിക് സിമെന്റ് is made by replacing some of the cement in a mix with activated aluminum silicates, pozzolans such as fly ash. അപ്പോൾ ഹൈഡ്രോളിക് സിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, അലൂമിനിയം സിലിക്കേറ്റ്സും ഫ്ലൈ ആഷും തുടങ്ങിയ ആ മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഹൈഡ്രോളിക് സിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമെന്റിനെ നമുക്കൊരു ബൈൻഡറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. മെയിനായിട്ടും സിമെന്റിനെ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡുകളിലാണ്. The chemical reaction results in hydrates that are not very water soluble and so are quite durable in water and safe from chemical attack. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് അത് വാട്ടർ സോളിബിൾ അല്ലാത്തൊരു കണ്ടന്റ് ഉണ്ടാവുകയും അത് മറ്റ് കെമിക്കൽ അറ്റാക്കിൽ നിന്ന് സേഫ് ആവുകയും ചെയ്യുന്നു. ദിസ് അലൗസ് സെറ്റിംഗ് ഇൻ വെറ്റ് കണ്ടീഷൻ. അപ്പോൾ ഹൈഡ്രോളിക് സിമെന്റിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറ്റ് കണ്ടീഷനിൽ എന്താവും, സെറ്റ് ആവുകയും അതുപോലെ തന്നെ വേറെ കെമിക്കൽ അറ്റാക്സ് ഒന്നും ഉണ്ടാവത്തില്ല. വേറെ കെമിക്കൽസുമായിട്ടൊന്നും ഇവർ സെറ്റ് ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യില്ല. എക്സാമ്പിൾ പോർട്ട്ലാൻഡ് സിമെന്റ്. നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന പോർട്ട്ലാൻഡ് സിമെന്റ് ഹൈഡ്രോളിക് സിമെന്റിന് എക്സാമ്പിളാണ്. ഓക്കെ, then uses of cement. Cement mortar for masonry work, plaster, pointing, etc. Concrete for laying floors, roofs, construction. അപ്പം എന്താണ്, പ്ലാസ്റ്ററിനും പോയിന്റിങ്ങിനും കോൺക്രീറ്റ് വർക്കിനും. കൺസ്ട്രക്ഷൻ ഫോർ ഇമ്പോർട്ടൻറ്റ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ബ്രിഡ്ജ്, കൾവേർട്സ്, ഡാംസ്, ടണൽസ്, ലൈറ്റ് ഹൗസ് എക്സെട്ര. പാലങ്ങളും ഡാംസും ലൈറ്റ് ഹൗസും എല്ലാം നിർമ്മിക്കാൻ വേണ്ടി സിമൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ വെൽസ്, ടെന്നീസ് കോർട്ട്, സെപ്റ്റിക് ടാങ്ക് എല്ലാം. മേക്കിംഗ് ജോയിൻറ്റ് ഫോർ പൈപ്പ് ജോയിൻറ്റുകൾക്കും. മാനുഫാക്ചറിങ് ഓഫ് പ്രീകോസ്റ്റ് പൈപ്സ്, ഗാർഡൻ സീറ്റ്സ്, ആർട്ടിസ്റ്റിക്കലി ഡിസൈൻഡ് വെൻസ്, ഫ്ലവർ പോട്ട്സ് എക്സെട്ര. അപ്പോൾ ഇതിനെല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫൗണ്ടേഷൻസ്, വാട്ടർ ടൈറ്റ് ഫ്ലോർസ്, ഫുട്പാത്ത്സ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷൻ എടുത്താലും ഇറ്റ് നീഡ് സിമെൻറ്റ്. അപ്പം സിമെൻറ്റിൻ്റെ യൂസ് നമുക്ക് എല്ലാ ഫീൽഡിലും പറയാനായിട്ട് പറ്റും. ദെൻ ക്ലാസിഫിക്കേഷൻ. സിമെൻറ്റിനെ നമുക്കിനി എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ സിമെൻറ്റ്. It is made by calcining a naturally occurring limestone at high temperature and subsequently pulverizing the calcined mass. നമ്മൾ ഈ നാച്ചുറൽ സിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നാച്ചുറലി ഒക്കറിങ് ലൈംസ്റ്റോണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാച്ചുറൽ സിമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും ലൈം സ്റ്റോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ലൈം സ്റ്റോണിൽ നിന്ന്, നാച്ചുറൽ ആയിട്ടുള്ള ലൈം സ്റ്റോണിൽ നിന്ന് എന്താണ്, നമ്മളെ കാൽസിനേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും, അതൊരു തെർമൽ ട്രീറ്റ്മെൻ്റ് ആണ് കാൽസിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന്. അതായത് ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട്, ടെമ്പറേച്ചറിനെ ഹൈ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കാൽസിനിങ്. ആ ഒരു പ്രോസസ്സ് വഴി നമ്മുടെ ഒരു ലൈം സ്റ്റോണിനെ എന്താക്കി മാറ്റും, സിമെൻ്റ് ആക്കി മാറ്റും. ഡ്യൂറിങ് കാൽസിനേഷൻ
സിലിക്ക ആൻഡ് അലൂമിനിയം കമ്പൈൻ വിത്ത് കാൽഷ്യം ഓക്സൈഡ് ടു ഫോം കറസ്പോണ്ടിങ് കാൽഷ്യം സിലിക്കേറ്റ്. അപ്പോൾ ഈ കാൽസിനേഷൻ നടക്കുന്ന സമയത്ത് സിലിക്കയും അലൂമിനിയം കൂടെ കമ്പൈൻ ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിലിക്കേറ്റും അലൂമിനേറ്റും ഒക്കെ ആവും. ഇതാണ് ആ നാച്ചുറൽ സിമെന്റിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രോപ്പർട്ടി പറയുമ്പോൾ ഇറ്റ് ഈസ് ഓഫ് ക്വിക്ക് സെറ്റിംഗ്, പെട്ടെന്ന് ഇത് സെറ്റ് ആവും, ലോ സ്ട്രെങ്ത് ആണ്. യൂസ്ഡ് ഫോർ ലേയിങ് സ്റ്റോൺസ് ആൻഡ് സെറ്റിംഗ് സ്റ്റോൺസ്, അതായത് സ്റ്റോണുകൾക്കിടയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സിമെന്റ് യൂസ് ചെയ്യാം. യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് ഫൗണ്ടേഷൻ, നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ നാച്ചുറൽ സിമെന്റ് തന്നെ ആണ്. ദെൻ പുസലോണ സിമെന്റ്. These are materials which when mixed with lime without the use of heat from hydraulic cementing material. ഇത് ലൈമുമായിട്ട് മിക്സ് ചെയ്താണ്, പക്ഷെ എന്ത് യൂസ് ചെയ്യില്ല, ഹീറ്റ് ചെയ്യില്ല. നേരത്തെ കാൽസിനേഷൻ വഴിയായിരുന്നു ചെയ്യുന്നത്. These are made by simply mixing and grinding. Natural pozzolana consists of glassy material produced by rapid cooling of lava and slaked lime. ലാവയും സേക്കഡ് ലൈമും എടുത്ത് റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് സിമെന്റ് ഉണ്ടാക്കുന്നത്. അത് ഹീറ്റ് ചെയ്യില്ല, ഹീറ്റ് ചെയ്യാതെ നിർമ്മിക്കുന്ന സിമെന്റ് ആണ് ഈ ഒരു ടൈപ്പ് സിമെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ മിക്സിംഗ് ആൻഡ് ഗ്രൈൻഡിങ് വഴി നിർമ്മിക്കുന്ന സിമെന്റ്. മൂന്നാമത്തെ സിമെന്റ് ആണ് സ്ലാഗ് സിമെന്റ്. This is produced by mixing blast furnace slag and hydrated lime in grinding with a small quantity of gypsum. അതായത് ജിപ്സം യൂസ് ചെയ്തുകൊണ്ട് സ്ലാഗ് വച്ചുണ്ടാക്കുന്ന ഒരു സിമെന്റ്. നമ്മൾ പണ്ട് ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അയണിൻ്റെ അതായത് മെറ്റലർജിയിൽ പഠിച്ചിട്ടുണ്ട്. അയണിൻ്റെ ഇതിൽ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിനകത്താണ് അയണിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഹേമറ്റൈറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മാലിന്യത്തിനെ വേർപെടുത്തുന്ന ആ ഒരു പ്രോസസ്സിലാണ് സ്ലാഗ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിലെ സ്ലാഗിനകത്ത്, അത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫർണസ് ആണ്. അപ്പോൾ ആ സ്ലാഗിനകത്തോട്ട് ലൈമും അതുപോലെ തന്നെ ജിപ്സവും ചേർത്തുണ്ടാക്കുന്ന സിമെന്റ് ആണ് സ്ലാഗ് സിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ടൈപ്പ് സിമെന്റ് ആണ് പോർട്ട്ലാൻഡ് സിമെന്റ്. കാൽസേരിയസ് മാറ്റർ, ലൈം കണ്ടെയ്നിങ് മാറ്ററും അതുപോലെ തന്നെ ക്ലേ കണ്ടെയ്നിങ് മാറ്ററും കൂടെ വച്ചിട്ട് 2 to 3% ജിപ്സം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പോർട്ട്ലാൻഡ് സിമെന്റ്. നമ്മൾ കേട്ടിട്ടുണ്ട് പോർട്ട്ലാൻഡ് സിമെന്റ്, വൈഡ്ലി പോർട്ട്ലാൻഡ് സിമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മിക്സിംഗ് ഓഫ് കാൽസേരിയസ് മാറ്റർ, അതായത് ലൈം കണ്ടെയ്നിങ് മാറ്ററും അതുപോലെ തന്നെ ക്ലേ കണ്ടെയ്നിങ് മാറ്ററും കൂടെ യൂസ് ചെയ്തുകൊണ്ട് 2 to 3% ജിപ്സവും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് പോർട്ട്ലാൻഡ് സിമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, then properties, it is more important reliable cementing material used for construction work. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ പറയാം, സിമെന്റിനെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്. സിമെന്റ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം പോർട്ട്ലാൻഡ് സിമെന്റ്? അപ്പോൾ അതിന് വേണ്ടത് കാൽസേരിയസ് മാറ്റർ, അതായത് ലൈംസ്റ്റോൺ, ചോക്ക് എക്സെട്ര ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് വേണം. പിന്നെ ആർഗിലേക്കോസ് മാറ്റർ എന്ന് പറയുന്ന അലൂമിനിയത്തിന്റെ ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, ക്ലേ, സ്ലൈറ്റ് എക്സെട്ര ഇത് വേണം. ദെൻ പൗഡേർഡ് കോൾ ഓർ ഫ്യുവൽ ഓയിൽ, ദെൻ ജിപ്സം. ഇത്രയും കാര്യങ്ങളാണ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ കമ്പോണന്റ്. ഇത് ഓർത്ത് വെച്ചേക്കണം, കാൽഷ്യം ഓക്സൈഡ്, ലൈം തുടങ്ങിയ കാര്യങ്ങൾ, ദെൻ അലൂമിനിയം സിലിക്കൺ ഡയോക്സൈഡ്, പൗഡേർഡ് കോൾ ഓർ ഫ്യുവൽ ഓയിൽ, ദെൻ ജിപ്സം. Then functions of the ingredients of the cement. ഇനി ഓരോന്നും എന്ത് ഫങ്ഷൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. ലൈം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രൊപ്പോർഷൻ മസ്റ്റ് ബി പ്രോപ്പർലി റെഗുലേറ്റഡ്. എക്സസ് ഓർ ലെസർ എമൗണ്ട് ഓഫ് ലൈം റെഡ്യൂസ് ദ സ്ട്രെങ്ത് ഓഫ് സിമെന്റ്. അപ്പം നമ്മൾ ചില സമയങ്ങളിൽ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ചില സിമെന്റുകൾക്ക് സ്ട്രെങ്ത് പോരാ എന്നുള്ളത്. അതിന് കാരണം ആ സിമെന്റിൽ നമ്മൾ പ്രോപ്പറായിട്ട് ലൈമിന്റെ കണ്ടന്റ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ആ സിമെന്റിന്റെ സ്ട്രെങ്തിൽ വ്യത്യാസം വരും. സിലിക്കയും സ്ട്രെങ്ത് കൊടുക്കും. അലൂമിനിയം മേക്ക് ദ സിമെന്റ് ക്വിക്ക് സെറ്റിംഗ്, പെട്ടെന്ന് സിമെന്റ് സെറ്റ് ആവണമെങ്കിൽ അലൂമിനിയം വേണം. ദെൻ ജിപ്സം, ഇറ്റ് എൻഹാൻസ് ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്, അതായത് പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടി ടൈം ഇനിഷ്യൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ജിപ്സം യൂസ് ചെയ്യുക. ദെൻ അയൺ ഓക്സൈഡ്, കളറും സ്ട്രെങ്തും ഹാർഡ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നു. ആൽക്കലീസ്, ഇഫ് പ്രസന്റ് ഇൻ എക്സസ് കാസസ് സിമെന്റ് എഫോറസെൻസ്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തുണ്ട്, ആൽക്കലീസ് യൂസ് ചെയ്യുന്നുണ്ട്.
ഈ സിമെന്റിന്റെ മാനുഫാക്ചറിൽ എന്താണ് ആൽക്കലീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽക്കലീസ് യൂസ് ചെയ്യും. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൽക്കലിയുടെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സിമന്റ് എഫോറസെന്റ് ഉണ്ടാവും, ആ ഒരു പ്രോസസ്സിലോട്ട് മാറും. അപ്പം നമുക്ക് ഒരു കമ്പോണന്റും എന്ത് ചെയ്യാൻ പാടില്ല, എക്സസ് ആയിട്ട് കൂടാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ സിമന്റിന്റെ ഗുണത്തിലും മേന്മയിലും ഒക്കെ എന്ത് ചെയ്യും, പ്രശ്നം ഉണ്ടാവും. മനസ്സിലായല്ലോ? അതായത് ഇപ്പം എഫോറസെന്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈക്ക് ചാക്കി ഡിപ്പോസിറ്റ് ഉണ്ടാവും. അതായത് സിമെന്റിൽ തന്നെ നമുക്കറിയാം, സിമെന്റിന്റെ ആ ഒരു ടെക്സ്ചർ നമുക്കറിയാം. അപ്പോൾ ആൽക്കലി കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഈ എഫോറസെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മുടെ ചോക്ക് പൊടിച്ചിട്ട് കണക്ക് പൊടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ സിമെന്റിന്റെ സ്ട്രെങ്തിനെയൊക്കെ ബാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇൻഗ്രീഡിയൻസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. Then manufacture of Portland cement involve the following steps. Mixing of raw materials. First one, ഈ പറഞ്ഞ raw materials എല്ലാം മിക്സ് ചെയ്യണം. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് ഡ്രൈയിങ് പ്രോസസ് ആണ്. The raw materials and clays are crushed into small pieces. Then these are ground to fine powder. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ കാൽസ്യവും അതുപോലെ തന്നെയുള്ള raw materials എല്ലാം ആദ്യം ക്രഷ് ചെയ്ത് സ്മാൾ പീസസ് ആയിട്ട് ഫൈൻ പൗഡർ ആക്കി മാറ്റണം. ഈച്ച് സെപ്പറേറ്റ് പൗഡേർഡ് ഇൻഗ്രീഡിയൻസ് ഈസ് സ്റ്റോർഡ് ഇൻ സെപ്പറേറ്റ് ഹോപ്പർ. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോപ്പറിൽ സ്റ്റോർ ചെയ്യുക. Then the powdered material are mixed to get dry raw mix. എന്നിട്ട് എന്ത് ചെയ്യണം, ഡ്രൈ ആക്കി എടുക്കുക, വാട്ടർ കണ്ടന്റ് പാടില്ല. Which is stored in storage bins and kept ready to fed in a rotary kiln. അപ്പോൾ ഒരു റോട്ടറി, ഒരു കറങ്ങുന്ന ഒരു ക്ലിന്നിനകത്താണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് പോകാനായിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക, ഈ റോ മെറ്റീരിയൽസിനെ എല്ലാം. Second process is wet process. The calcareous raw materials are crushed, powdered and stored in a big storage tank. The argillaceous material is thoroughly mixed with water with wash mills and made into slurry. അപ്പോൾ calcareous മെറ്റീരിയലിനെ ക്രഷ് ചെയ്ത് പൗഡർ ചെയ്തു. ഇനി അല്ലാതുള്ള അലൂമിനിയം സിലിക്ക മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് സ്ലറി ആക്കി മാറ്റണം. Okay, the powdered lime and clay slurry are mixed with the requisite proportion and then fed to the rotatory kiln. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പൗഡേർഡും പിന്നെ അതുപോലെ തന്നെ സ്ലറിയും കൂടെ ഒരേ പ്രപ്പോസിഷനിൽ എടുക്കണം, ഒരേ അളവിൽ എടുത്തിട്ട് ഈ ഒരു റൊട്ടേറ്ററി ക്ലീനിലോട്ട് എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് കാൽസേരിയസ് മെറ്റീരിയലിനെ പൗഡറാക്കി വാട്ടർ കണ്ടന്റ് ഇല്ലാതെയും മറ്റൊന്നിനെ സ്ലറി ആക്കി മാറ്റണം. അടുത്തത് ബേണിംഗ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിലാണ് AB വന്നത്. സെക്കൻഡ് പ്രോസസ് ബേണിംഗ്. It is done in rotary kiln, which is a steel tube lined inside the refractory bricks. അതായത് ഒരു സ്റ്റീൽ ട്യൂബാണ് ഈ റോട്ടറി ക്ലീൻ എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മൾ സിമെന്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ക്ലീൻ ഈസ് ലെയ്ഡ് ഇൻ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് പൊസിഷൻ ടുവേഴ്സ് ദ ലോവർ എൻഡ്. കുറച്ച് ചരിഞ്ഞ രീതിയിലായിരിക്കണം ഇത്. ഇവിടുത്തെ അപ്പർ പാർട്ട് ടെമ്പറേച്ചർ 400 ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചർ ഗ്രാജുവലി ഇൻക്രീസ്ഡ് അപ് ടു 1750. 400 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ ടോപ്പിൽ തുടങ്ങിയാലും ബോട്ടത്തിൽ എത്തുമ്പോൾ അത് 1750 ഡിഗ്രി സെൽഷ്യസ് വരെ മാറാം. The raw slurry from the wet process and dry process is passed into the rotary kiln. ഇത് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പൗഡറും സ്ലറിയും ഈ റോട്ടറി ക്ലീനിലോട്ട് പാസ് ചെയ്യിക്കുക, താഴേന്ന് പാസ് ചെയ്യിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നടക്കുന്ന പ്രോസസ്സാണ് the upper part of the kiln where the temperature is only 4000 degree Celsius and slurry get dried. അപ്പോൾ ഈ മുകളിൽ 400 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചറിൽ വരുന്നത്. ആ സമയം അവിടെ സ്ലറി എന്ത് ചെയ്യും, പെട്ടെന്ന് ഡ്രൈ ആവും. സ്ലറി എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. ഇനി കാൽസിനേഷൻ സോൺ, ഇറ്റ് ഈസ് സെൻട്രൽ പാർട്ട് ഓഫ് ദ ക്ലീൻ. അപ്പോൾ മൂന്നായിട്ട് തിരിക്കാം, അപ്പർ പാർട്ട്, സെൻട്രൽ പാർട്ട്, ദെൻ ബോട്ടം പാർട്ട്. സെൻട്രൽ പാർട്ടിൽ 1000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അവിടെ വച്ച് ലൈം സ്റ്റോൺ ഓഫ് ഡ്രൈ മിക്സ് ഓർ സ്ലറി അണ്ടർഗോ ഡീകമ്പോസിഷൻ. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്. ലൈം സ്റ്റോൺ CaCO3. CaCO3 എന്തായിട്ട് മാറും, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ഓക്കെ, CaCO3 കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ആ ഒരു പോർഷനിൽ വെച്ചിട്ട്, സെൻട്രൽ പോർഷനിൽ വെച്ചിട്ട് മാറും. ദെൻ ക്ലിങ്കറിംഗ് സോൺ. അപ്പോൾ ലോവർ പാർട്ടിലാണ് ഇത്രയും റിയാക്ഷൻസ് നടക്കുന്നത്. അവിടെ 1500 മുതൽ 1700 ഡിഗ്രി സെൽഷ്യസ് വരെ നടക്കും. അവിടെയാണ് കാൽഷ്യം ഓക്സൈഡ്
സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നിട്ട് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവും. ദെൻ കാൽഷ്യം ഓക്സൈഡിൽ സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് എഗെയിൻ ചേർന്നുകൊണ്ട് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവും. ദെൻ എഗെയിൻ ഇവര് അലൂമിനിയം ഓക്സൈഡുമായിട്ട് ചേർന്നുകൊണ്ട് ട്രൈ കാൽഷ്യം അലൂമിനേറ്റ് ഉണ്ടാവും. പിന്നെ എഗെയിൻ അവര് എന്ത് ചെയ്യും, കാൽഷ്യം ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും അയണിന്റെ ഓക്സൈഡും കൂടെ ചേർന്നുകൊണ്ട് ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറൈറ്റ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അലൂമിനേറ്റ്സ് ആൻഡ് സിലിക്കേറ്റ് ഓഫ് കാൽഷ്യം ഫ്യൂസ് ടുഗദർ ടു ഫോം ഹാർഡ് ഗ്രേ സ്റ്റോൺ കാൾഡ് ക്ലിങ്കേഴ്സ്. അപ്പൊ ഇത്രയും റിയാക്ഷൻ നടക്കുന്നത് വഴി ഒരു കട്ടിയുള്ള ഗ്രേയിഷ് സ്റ്റോൺ ആയിട്ട് ഇത് മാറും. പിന്നെ അതിനെ കൂൾ ചെയ്തിട്ട് ട്രോളിയിൽ കളക്ട് ചെയ്യുക. അപ്പൊ ഈ ക്ലിങ്കറിംഗ് സോണിലാണ് ഇത്രയും പ്രോസസ്സ് നടക്കുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ ഓർത്ത് വെക്കുക, 1500 to 1700 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പൊ ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ദെൻ ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ദെൻ ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറൈറ്റ്. ദെൻ ഗ്രൈൻഡിങ്. The cooled clinkers are ground to fine powder. അപ്പൊ ഇതൊരു പൗഡർ ആക്കി മാറ്റണമല്ലോ. അപ്പൊ അതിനകത്ത് 2 to 3% ജിപ്സം ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, പൗഡേർഡ് സിമെന്റ് ആയിട്ട് മാറ്റും. ഇപ്പൊ നമുക്ക് കിട്ടുന്ന സിമെന്റ് പൗഡേർഡ് സിമെന്റ് ആണ്. ദെൻ പാക്കിംഗ്. The ground cement is stored in silos from which it is fed into automatic packing machine. അപ്പോൾ ഇപ്പോൾ എല്ലാ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ അവൈലബിൾ ആണ്. ഇത് പൗഡറായി വരുന്ന സമയത്ത് തന്നെ കവറിലോട്ട് സിമെന്റ് പാക്ക് ആവും. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ്. അപ്പോൾ മെയിനായിട്ടും പൗഡേർഡ് ആയിട്ടുള്ള റോ മെറ്റീരിയലും ഉണ്ട്, സ്ലറി ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലിങ്കിലോട്ട് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാനുഫാക്ചർ ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഷീനിലാണ് ഇത് നടക്കുന്നത്. ഇതാണ് ചിമ്മിനി. ദെൻ റോ മെറ്റീരിയൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. റോട്ടറി ക്ലിൻ ഇതാണ്. ദെൻ ക്ലിങ്കർ, ദെൻ കളക്ടർ, ദെൻ കോൾഡ് ക്ലിങ്കർ ഡിസ്ചാർജ്. ഈ ഒരു അപ്പാരറ്റസിലാണ് ഈ ഒരു സിമെന്റിനെ മാനുഫാക്ചർ ചെയ്യുന്നത്. ദെൻ സെറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ഓഫ് സിമെന്റ്. ഇത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. When mixed with water, cement set to hard mass. നമുക്കറിയാം കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ചൂട് പുറത്തേക്ക് പോകും, അതൊരു ഹാർഡ് മാസ് ആയിട്ട് മാറും. ഇറ്റ് ഫസ്റ്റ് ഫോംസ് എ പ്ലാസ്റ്റിക് മാസ് വിച്ച് ഹാർഡൻ ആഫ്റ്റർ സം ടൈം ഡ്യൂ ടു 3-dimensional ക്രോക്സ് ലിങ്ക്ഡ് ബിറ്റ്വീൻ സിലിക്കൺ ഓക്സൈഡ് ഓക്സിജൻ സിലിക്കൺ. അപ്പം ഇവിടെ സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ചെയിനും സിലിക്കൺ ഓക്സിജൻ അലൂമിനിയം ചെയിനുമുണ്ട്. ഇതുകൊണ്ടാണ് ഇവിടെ സെറ്റിംഗ് പ്രോസസ് ഉണ്ടാകാനുള്ള കാരണം. The first setting occurs within 24 hours whereas the subsequent hardening requires 4 nights. അപ്പോൾ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂറിനകം എന്ത് ചെയ്യും, ഫസ്റ്റ് സെറ്റിംഗ് നടക്കും. പിന്നെ ഒരു 4 നൈറ്റിനോടുകൂടി കറക്റ്റ് ആയിട്ട് അത് ഹാർഡനിങ് ആവും. When it is covered by a layer of water, this transition from plastic to solid state is called a setting. അതായത് നമ്മൾ ആദ്യം സിമെന്റിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതൊരു പ്ലാസ്റ്റിക് മാസ് ആയിട്ട് മാറും. അതിനുശേഷം ഒരു രാത്രി കഴിയുമ്പോഴത്തേക്കിന് അത് സെറ്റ് ചെയ്ത് സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറും. The term hardening refers to the gain of strength of a set cement paste, although during setting cement paste acquires some strength. അപ്പോൾ ഈ ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ഫൈൻ പൗഡർ ആയിട്ടുള്ള സിമെന്റ് ഒരു മാസായിട്ട്, ഒരു സോളിഡ് മാസായിട്ട് മാറുന്ന പ്രോസസ്സാണ്. ആ സമയത്ത് സിമെന്റിന് സ്ട്രെങ്ത് കൂടും. ഓക്കെ, അപ്പൊ സെറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ ഓക്കെ ആവത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സിമെന്റ് ഇങ്ങനെ ഇളകി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അത് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കിന്, വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സിമെന്റിൽ നടക്കുന്ന എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ പ്ലാസ്റ്റിക് മാസ്, ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ സെറ്റിംഗ് പ്രോസസ് ആൻഡ് ടു എ സോളിഡ് മാസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ?